ചെടിയൊക്കെ വാടിക്കിടക്കുക. കുറേ കാലമായി ചെടിയൊക്കെ നനച്ചിട്ട്. ഇന്നെന്തായാലും നനയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ ഹോസ്റ്റലിലുള്ള നേരം അമ്മയും അവളും പറഞ്ഞതല്ലേ ചെടി നനയ്ക്കാന്ന്. എന്നിട്ടാണ് ചെടി നനച്ചിട്ട് കൂടിയുമില്ല. ഏത് നേരത്താണോ നേഴ്സിംഗ് എടുത്ത് ഹോസ്റ്റലിൽ പോയി പഠിക്കാൻ തോന്നി. എൻ്റെ ചെടിയൊക്കെ വാടി. ഹോസ്റ്റലായിരുന്നാലും ഇത്രയെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. ഇവിടെ വന്നാൽ സമാധാനം പോയി കിട്ടി. എനിക്ക് വിഷമാവൂലേ? ഒന്ന് പോടി. നീ പോടി പട്ടി. പട്ടീന്നോ? പോടി പട്ടി. നീ ഇങ്ങോട്ട് വാട്ടാ, ശരിയാക്കി തരാം. നീ ഇപ്പം തിരിച്ചു വരും. എന്താ മോളെ മൂഞ്ചിയില്ലേ? നേരം എന്റെ കീശയിലുണ്ടായിരുന്നു. ഉറക്കം വന്നാൽ ചാടി ഇറങ്ങിപ്പോയി. നീ കളിയാക്കിയതല്ലേ? പൊടി. ചേച്ചി എന്താ എന്നെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നേ? ചേച്ചിക്ക് ഓർമ്മയുണ്ട് നമ്മളെ ബാല്യകാലം? ചേച്ചി 2025 ജനുവരി 1 പോയ തൊട്ടേ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എന്തൊക്കെ വിചാരിച്ചതറിയോ? ഓണത്തിന് വരും, ക്രിസ്മസിന് വരും, ചിലപ്പോൾ ന്യൂ ഇയറിന് വരും, പിന്നെ ചിലപ്പോൾ ഈദവധിക്ക് വരും. ചേച്ചി വന്നിട്ടേ ഇല്ല. പിന്നെ ഇപ്പം വിഷുവിനാ വരുന്നത്. എടി നൊസ്റ്റു അടുപ്പിക്കലടി, എനിക്ക് സങ്കടം വരുന്നു. ഈ പോയ ദിവസം ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെ പിങ്കി എന്നെ സമാധാനിപ്പിച്ച് ഞങ്ങൾ മാങ്ങ എറിഞ്ഞ് നല്ല ചൂട് പൊറോട്ട വാങ്ങി അതിലേക്ക് പാലും വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് മുറിച്ച് തിന്ന്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കഴിഞ്ഞ വർഷം പോയത്? പിന്നെ 2024 പോയിരുന്നു. പിന്നെ 2025 ജനുവരി 1 ചേച്ചി പോയാൽ ഞാൻ കുറേ വിഷമിച്ചു. ചേച്ചി എന്തിനാ ചേച്ചി നേഴ്സിംഗ് എടുത്തത്? പറയുന്നോണ്ട് തന്നെ പിങ്കിയൊക്കെ കണ്ടിട്ട് കുറേ കാലമായി. നമുക്ക് പിങ്കി ഒന്ന് കാണാൻ പോയാലോ? ഇന്ന് പോകാൻ പറ്റത്തില്ല. അവക്ക് ഏതോ ഒരു സ്ഥലത്ത് ഉണ്ണിയാഴ്ച ഉണ്ട്. അവൾ അതിന് പോയേക്കുക. നമുക്ക് നാളെ പോകാം. എന്നാലേ നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി TV കാണാൻ പോവാം. അവിടെ നൊസ്റ്റ് അടിപ്പിക്കുന്ന പാട്ടും നൊസ്റ്റ് അടിക്കുന്ന ഒരു ഫീലിങ്സും. നടക്കടി അങ്ങോട്ട്. എടി റിമോട്ട് അവിടെ പറഞ്ഞ് മൂത്തവരാണ് റിമോട്ട് പിടിക്കേണ്ടത്. ഇളയവരെ അവിടെ കൈയും കെട്ടി അവിടെ ഇരിക്കണം. നമുക്ക് രണ്ടാൾക്കും ഇഷ്ടമുള്ളത് വെക്കാം. നീ റിമോട്ട് ഇതാ കളിക്കാണ്ട്. ചേച്ചി ആദിഷ്, നിന്നെയൊക്കെ കണ്ടിട്ട് എത്ര കാലായടാ. നീ ഒന്ന് തടിച്ചു പോയല്ലോ. ഒന്ന് പോവാ ചേച്ചി. അതൊക്കെ പോട്ടെ, പിന്നെ എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? വരാൻ കണ്ട സമയം അല്ലേലും ഈ ചേച്ചി എന്നോട് സ്നേഹം കൂട്ടി വരികയായിരുന്നു. അല്ലേലും ചേച്ചിക്ക് എന്നെ കാണുമ്പോൾ വേറെ എന്നെ താത്തിക്കെട്ടല്ലേ പണി. തടിയന് വരാൻ കണ്ട സമയം. ഇനി ഇവിടെ നിൽക്കും ഒരവസ്ഥയ്ക്ക്. അല്ല ചേച്ചി, ആന്റി എവിടെ? അങ്കിളും ആന്റിയെ ഒരു ഔട്ടിങ്ങിന് വേണ്ടിയേ ഒരു ഓഫീസിൽ പോയതാ. അവരെ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വരൂ. അപ്പൊ ഇവളെ ഞാൻ നോക്കണം. നീ ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നാണോ? ഇന്നാ നമുക്ക് പൊളിക്കാം. ചേച്ചി ഞാൻ സ്റ്റേ ചെയ്യാൻ വന്നതാ. ഞാൻ ബാഗ് റൂമിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കിത് പൊളിക്കാം. എടി ദേവു, നമുക്കിത് പൊളിക്കാട്ടോ. അതെന്താ ചേച്ചി അവൾ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എടാ നിനക്കറിയാലോ അവളെ സ്വഭാവം, ഒരു ഇച്ചിയാട്ട സ്വഭാവല്ലേ. അതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് അടിച്ച് പൊളിക്കാം. നീ ഒന്ന് ചിരിച്ചേ.